കുഞ്ഞുങ്ങൾക്ക് വേണ്ട സൗകര്യം ഒരുക്കി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പരാജയപ്പെട്ടതായി മുൻ ഇന്ത്യൻ താരങ്ങളായ CK വിനീതും മുഹമ്മദ് റാഫിയും. തഹസിൻ ലോകകപ്പിൽ കളിക്കുമ്പോൾ കൈയടിക്കുന്നവർ എന്തുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയില്ല എന്ന് ആലോചിക്കണം. ISL ഇനി നടക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് എന്നും ഇരുവരും പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിനിടെ ദുബായിലെത്തിയ മുഹമ്മദ് റാഫിയും CK വിനീതും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ജൂനിയർ ലെവൽ മുതൽ ഫുട്ബോളിനോട് കമ്പമുള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ ഇന്ത്യയിൽ മതിയായ സംവിധാനമില്ല, സ്കൗട്ടിംഗ് സിസ്റ്റമില്ല. ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ ഇരിക്കുന്നവർ ഫുട്ബോളിന്റെ വളർച്ചയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല. നമുക്കൊരു ലീഗ് സ്ട്രക്ചർ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ലീഗ് സ്ട്രക്ചർ പോയിട്ട് നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളോ സൗകര്യങ്ങളോ ഇല്ല. സ്കൗട്ടിംഗ് സിസ്റ്റം ഇല്ല, പ്രോപ്പറായിട്ട് സ്കൗട്ടിംഗ് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഫുട്ബോളിംഗ് നാഷണലിന് വേണ്ടുന്ന ഒരു കാര്യവും നമുക്കില്ല. പക്ഷെ നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈ പറയുന്ന വേൾഡ് കപ്പ് കളിക്കണം എന്ന് പറയുന്ന അത് ആർക്കാ ഉള്ളത്? ഈ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരനായ ആൾക്കാർക്കാണ് ആ ആഗ്രഹം. ഇതിന്റെ ഭരണത്തിൽ ഉള്ള ആൾക്കാർക്കോ ഇതുമായി ബന്ധപ്പെടുന്ന ആൾക്കാർക്കോ ഈ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞാണ്. ഇപ്പോൾ വിനീത് പറഞ്ഞതുപോലെ നമ്മളിവിടെ ഉണരാതെ നമുക്കൊരിക്കലും നമുക്കൊരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അതുപോലെ കേരളത്തിൽ നല്ല നല്ല ഗ്രൗണ്ടും അതുപോലെ നല്ല നല്ല അക്കാഡമിക്സ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈവൻ കുറേ ഒരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞിട്ടൊരു സ്കോപ്പ് നമുക്ക് വേൾഡ് കപ്പ് കളിക്കണം എന്നില്ല നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റും. തഹസിനെ പോലെയുള്ള താരത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ത്യ അഭിമാനം കൊള്ളുന്നുണ്ട്. എന്നാൽ തഹസിൻ എന്തുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിയില്ല എന്ന് ആലോചിക്കണം. തഹസിൻ എന്തുകൊണ്ടാണ് ഖത്തറിലേക്ക് വന്നത്? നമ്മളെ നാട്ടിൽ അതിനുള്ള സൗകര്യവും ഓപ്പർച്യൂണിറ്റിയും അവന് കിട്ടാത്തത് കൊണ്ടാണല്ലോ അവൻ ഇവിടെ വന്നത്. അപ്പോൾ അവൻ ഇവിടെ വന്നിട്ട് കളിച്ച് ഖത്തറിന് കളിക്കുമ്പോൾ നമ്മൾ അവിടെ നാട്ടിൽ ആഘോഷിക്കുകയാണ്. അവൻ്റെ എല്ലാ എന്താ പറയുക വിജയങ്ങൾക്കും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴും അങ്ങനെ ഒരു പ്ലെയർ അവിടെ നിന്ന് പോകാനുള്ള കാരണം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ISL ഇനി നടക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും CK വിനീത് പറഞ്ഞു. സ്വീറ്റ് വേൾഡ് സംഘടിപ്പിക്കുന്ന സ്വീറ്റ് വേൾഡ് കപ്പ് സൗഹൃദ മത്സരത്തിനായാണ് റാഫിയും വിനീതും ദുബായിലെത്തിയത്. മാധ്യമപ്രവർത്തകരടക്കം മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ റാഫി അർജന്റീനയെയും വിനീത് ബ്രസീലിനെയും നയിക്കും. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.